ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലായത് സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ മെത്തേഡ് മനസ്സിലാവാത്തവർ ഇതൊന്ന് ചെയ്തു നോക്കട്ടോ. ഈസി ആയിട്ടും എളുപ്പത്തിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. സാരീൻ്റെ ഉൾഭാഗം ഇട്ടിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ട് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. പിന്നെ അതിൻ്റെ അപ്പുറ വശത്തുനിന്ന് ഇപ്പുറത്തേക്ക് നമുക്കതൊന്ന് സെൻറ്റർ ആക്കിയിട്ട് അവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് ഇതേപോലെ ഒരു ലൈൻ കിട്ടും. പിന്നെ ഇനി ആ ലൈനിലേക്ക് വേണം ബാക്കി നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്തിട്ട് രണ്ടാമതും നമ്മൾ അതൊന്നും കൂടി ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സൈഡ് ചെയ്ത് തീർത്തിട്ട് നമുക്ക് അപ്പുറ സൈഡും ഈ സെയിം പോലെ ചെയ്യണം കേട്ടോ. പക്ഷെ ആദ്യം മടക്കിയ പ്ലീറ്റ്സ് പിന്നെ നിവർത്തരുത്. അത് അങ്ങനെ വെച്ചിട്ട് തന്നെ വേണം വീണ്ടും നമ്മളത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫോൾഡ് ചെയ്യുക, അതേപോലെ തന്നെ അയൺ ചെയ്ത് കൊടുക്കണേ. അയൺ ചെയ്യുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യണമെന്നില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ഒരു ലൈൻസ് നമുക്ക് കിട്ടിയാൽ മതിയാവും. എന്നിട്ട് ഇത് ഫുൾ ഓപ്പൺ ചെയ്യുക. ഇനി ആ ഫസ്റ്റ് വെച്ച പ്ലീറ്റ്സ് വെച്ചിട്ട് വേണം ബാക്കി നമുക്ക് എല്ലാം ഉള്ളിലേക്ക് ഇങ്ങനെ ഇതേപോലെ മടക്കി മടക്കി എടുക്കട്ടെ. ആ ലൈൻസ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ആയി വരും നമ്മൾ ചെയ്യുമ്പോൾ. ഇനി അറേഞ്ച് ചെയ്തെടുത്ത പ്ലീറ്റ്സ് എല്ലാം കൂടി ഒന്ന് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്ത ശേഷം നമുക്ക് ഒന്നുകൂടി അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. എടുത്ത ശേഷം സാരി ഉടുക്കാൻ നമുക്കിനി വേറെ ആരെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ടേബിളിൻ്റെ ഇടയ്ക്കേക്ക് നമുക്ക് അതിൻ്റെ തുമ്പൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് വലിച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര വരെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോർഷൻ വരെ നമുക്കത് അയൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉടുക്കുന്ന ടൈമിൽ ഇതേപോലെ അത് ആദ്യം പിൻ ചെയ്തിട്ട് നമുക്കിതെല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ അറിയില്ലെന്നും പറഞ്ഞിട്ടൊക്കെ കുറേ കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ. പിന്നെ ഓരോ സാരിയുടെ മെറ്റീരിയൽ വെച്ചിരിക്കും കേട്ടോ, ഭംഗി കൂടുന്നതും കുറയുന്നതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.